അപ്പോൾ നമ്മൾ അനുശ്രീയുടെ നാട്ടിലേക്ക് വന്നിക്കുക കേട്ടോ. എനിക്ക് പനച്ചിക്കാട് നവമിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ക്ലാസിക്കൽ മ്യൂസിക്. അപ്പോൾ അത് നടക്കാൻ പോകണം. പനച്ചിക്കാട് ദേവീനെ കണ്ടില്ലേ സുന്ദരിയാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് മുന്നേയും പനച്ചിക്കാട് ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലേ. നട അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലായിടം തന്നെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിട്ടോ. ഒരു മ്യൂസീഷ്യനായിട്ടോ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ, ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താന്ന്. അപ്പോൾ കൂടെ ഉള്ളത് അനുശ്രീയുടെ കസിനാട്ടോ. അപ്പോൾ ഈ പാടുന്നത് കണ്ടില്ലേ, ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ ധൈര്യം ഇങ്ങനെ സംഭരിക്കുന്നത്. ലാസ്റ്റ് ഞാനും കയറി പാടി. ആ മാത്രമല്ല മേഘയും ജഗ്ഗും ഉണ്ട്. അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ വിശപ്പ് എന്താണെന്ന് പോലും അറിഞ്ഞത് കേട്ടോ. പിന്നെ മൈൻഡ് ഫ്രഷ് ആയല്ലോ. അപ്പോൾ പിന്നെ നല്ല സദ്യയൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ കഴിച്ചു. പായസം ഉണ്ടായിരുന്നു, പായസം കഴിച്ചു. അങ്ങനെ ജഗ്ഗുവിൻ്റെയും മേഘേൻ്റെയും പ്രോഗ്രാം കണ്ടു.